ആമിനെ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാനുള്ളത് കാരണം? ആം, അങ്ങനെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ചെയ്തു വന്നിട്ടുള്ളതിൽ ഇച്ചിരി വ്യത്യാസമുള്ള ക്യാരക്ടറാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഒരു ലേഡി ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിലിമാണോ? ഇല്ല, അത്രയും ഒന്നും ഇല്ല. അങ്ങനെ ഒരുപാട് ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. ഇത് ഇറ്റ് ഇസ് അറൌണ്ട് അസ്. നമ്മൾ കുറച്ച് ഇപ്പൊ ഈ ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഫീമെയിൽ സെൻട്രിക് അല്ല. അത് എല്ലാം കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ സ്റ്റോറിയാണ് അത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗമാണെന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഒരാളുടെ സ്റ്റോറി അങ്ങനെ അങ്ങനെയല്ല. അതിപ്പം ഓരോരുത്തരുടെ ഇതിലിപ്പം ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിലിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നായകനെ സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ആരുടെ വ്യൂവിൽ നിന്നാണ് ആ സിനിമ നമ്മൾ കാണുന്നതനുസരിച്ചിട്ടിരിക്കും അതിന്റെ ആ സിനിമയുടെ നായകനാരാ നായിക ആരാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മാമിനിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണെങ്കിലും ഇതിപ്പോ നമ്മൾ അങ്ങനെ ഫീമെയിൽ സെൻട്രിക് മെയിൽ സെൻട്രിക് അങ്ങനെയൊന്നുമില്ല. കുറെ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ആമിനയുടെ ക്യാരക്ടറും ഇതേപോലെ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ സിനിമയില്. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നും പറയാം. ഒരു ത്രില്ലർ മൂവിയാണ്. ചെറിയ ഉണ്ട്. ഭയങ്കര ഒന്നുമില്ല, ചെറിയൊരു അതെ കൂടുതലൊരു ഫാമിലി പടം. അതെ, ഫാമിലി ആയിട്ട് നമ്മള് എല്ലാവരും കണ്ടിട്ടിരിക്കേണ്ട ഒരു പടം. നമ്മള് എല്ലാ ഫാമിലിയും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കഥ പറയുന്ന നല്ല രസകരമായിട്ട് പറയുന്ന ഒരു സിനിമയാണിത്. പിന്നെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളാണെങ്കിലും നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് ആണ് എല്ലാവർക്കും. കാസ്റ്റിനാണെങ്കിൽ നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ക്യാരക്ടർ എന്ന് മാറിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്.